കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇപ്പോൾ മെത്താംഫെറ്റാമിൻ പിടികൂടിയിരിക്കുന്നു. മലപ്പുറം സ്വദേശി ഈ സംഭവത്തിൽ പിടിയിലായി. ക്രിസ്റ്റൽ മെത്താംഫെറ്റാമിൻ അടങ്ങിയ 1974 ഗ്രാം ഭാരമുള്ള 2 പാക്കറ്റുകളാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ആൻമരിയ സണ്ണിയാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആൻമരിയ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ മയക്കുമരുന്ന് കടത്തിനെതിരായിട്ടുള്ള തുടർച്ചയായ നടപടികളുടെ ഭാഗമായിട്ടാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, അതായത് DRIയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഈ കാലിക്കറ്റ് വിമാനത്താവളത്തിൽ വെച്ചിട്ട് ഒരു വ്യാപകമായിട്ടുള്ള ഒരു പരിശോധന നടക്കുന്നത്. കുറച്ച് നാളുകളായിട്ട് പല വിമാനത്താവളങ്ങളിലും ഇവരുടെ പരിശോധനകളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെയും ഈ പരിശോധന നടക്കുന്നത്. കൊച്ചി സോണൽ യൂണിറ്റിന്റെ നേതൃത്വം, DRI കൊച്ചി സോണൽ യൂണിറ്റിന്റെയും അതോടൊപ്പം തന്നെ കണ്ണൂർ റീജിയണലിന്റെയും കോഴിക്കോട് റീജിയന്റെയും എല്ലാം നേതൃത്വത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. ഇതിനിടയിലാണ് മസ്കറ്റിൽ നിന്ന് കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ മലപ്പുറം സ്വദേശിയുടെ കയ്യിൽ നിന്ന് മെത്താഫെറ്റമിൻ പിടികൂടുന്നത്. ഏകദേശം 1974 ഗ്രാം ഭാരമുള്ള 2 പാക്കറ്റുകളാണ് കണ്ടെടുത്തിരിക്കുന്നത്. അതായത് വിപണിയിൽ ഏകദേശം 1 കോടി, അതായത് 1.5 കോടി രൂപയിലധികം വില വരുന്നതാണ് ഈ മെത്താഫെറ്റമിൻ എന്ന് പറയുന്നത്. ഭക്ഷണ പാക്കറ്റുകളിലെ തന്റെ ചെക്ക് ഇൻ ബാഗേജിൽ യാത്രക്കാരൻ ഒളിപ്പിച്ചു വെച്ചതായിട്ടാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഈ വരും ദിവസങ്ങളിലും അന്വേഷണം അല്ലെങ്കിൽ കൂടുതൽ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് DRIയുടെ തീരുമാനം. കാരണം പല വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് ഈ രീതിയിലുള്ള ലഹരി മരുന്നുകളുടെ വ്യാപനം കൂടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ മുഴുവൻ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും DRIയുടെ പരിശോധനകൾ ഇപ്പോൾ നടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ പിടികൂടിയിരിക്കുന്ന മലപ്പുറം സ്വദേശി ഇതിനു മുൻപും ഈ ലഹരി മരുന്നുകൾ കടത്തിയിട്ടുണ്ട്, വിൽപ്പനയ്ക്കായിട്ട് എത്തിച്ചതാണ്, മറ്റാരെങ്കിലും ഇതിന് പിന്നിലുണ്ട് അടക്കമുള്ള കാര്യങ്ങളും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ശരി, ആൻമരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.